ഹലോ അസ്സാം വലൈക്കും. ഇത് നമ്മളെ മുറൂറിൻ്റെ മറ്റേ ഈ ലേഡീസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന പോകണ്ടല്ലോ, ഡ്രൈവിംഗ് ടെസ്റ്റ് അജ്മാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ആ സൈഡിൽ നടക്കുന്ന ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് കാണിക്കണം. നമുക്ക് സ്റ്റോപ്പ് ബോർഡാണ് ഇവിടെ നിർത്തിയിട്ട് ലെഫ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകണം. വണ്ടി ഇല്ലെങ്കിൽ പോകാം. ഇപ്പോൾ റൈറ്റ് പോകുമ്പോൾ സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക. രണ്ട് സൈഡും പെഡസ്ട്രിയനിൽ രണ്ടും ലെഫ്റ്റും റൈറ്റും ഹെഡ് ചെക്ക് ചെയ്യണം. ഓക്കെ, മെല്ലെ സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക വണ്ടി ഇറങ്ങി കഴിഞ്ഞ പാട്. ഈ റോഡിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 40 ആണ്. പക്ഷേ പാർക്കിംഗ് ഉള്ള ഭാഗത്താകുമ്പോൾ ഒന്നുകൂടി മെല്ലെ ഇവിടെ പാർക്ക് ചെയ്യണം. നോക്കിയോളൂ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പരമാവധി ഉള്ളിൽ അടുപ്പിച്ചിട്ട് പിന്നെ ലെഫ്റ്റ് മെല്ലെ കട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പാർക്കിംഗ് ഇടുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പുറത്തെടുക്കുമ്പോൾ വണ്ടി ഫ്രണ്ടിലുണ്ടെങ്കിൽ ഫുള്ള് റൈറ്റ് കട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ വണ്ടി അടുപ്പിച്ച് നിർത്തി. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, റിവേഴ്സ് ഇട്ടിട്ട് ഫുള്ള് റൈറ്റ് ടേൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് പാർക്കിങ്ങിൽ വണ്ടി നമ്മൾ പാസ്സായിട്ടുണ്ടാവുമല്ലോ, പുറത്ത് വരുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് ജസ്റ്റ് ആ വണ്ടിയുടെ പകുതി ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ എടുക്കുക. അത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ഫുള്ള് റൈറ്റ് കട്ട് ചെയ്തു, ഒന്ന് റിവേഴ്സ് മെല്ലെ ഉണ്ടല്ലേ ഹാഫ് വ്യൂ പുറത്തേക്ക് റോഡിൽ വരുന്ന രീതിയിൽ പകുതി പാർക്കിങ്ങിലും വെച്ചിട്ട് ഡീലിട്ടിട്ട് ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഫുള്ള് ലെഫ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ വണ്ടീൻ്റെ ബോണറ്റ് ഫുള്ള് പുറത്ത് വരുമ്പോൾ ഇപ്പോൾ സെൻറ്റർ മിറർ നോക്കി ലെഫ്റ്റ് മിറർ നോക്കണം, ഷോൾഡർ ഫുള്ള് തിരിഞ്ഞ് നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളതാണ്. എടുത്തു തിരിച്ച് അതേപോലെ കട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റഡി ആയവിടെ സെൻറ്റർ മിറർ ചെക്ക് ചെയ്യാം. ഓക്കെ, പെഡസ്ട്രിയനാണ്, ഒന്ന് സ്ലോ ചെയ്തിട്ട് രണ്ട് സൈഡും ഹെഡ് ചെക്ക് ചെയ്ത് നോക്കുക. 40 സ്പീഡ് ലിമിറ്റാണ്, അതിനനുസരിച്ച് ഫോളോ സ്പീഡിൽ വണ്ടി ഓടിക്കുക. ഓക്കെ, നോർമലായിട്ടുള്ള ഈ മറ്റേ കച്ചെന്ന് പറയും മണ്ണുള്ള സ്ഥലങ്ങളൊക്കെ നിർത്തുമ്പോൾ, പാർക്കിംഗ് ഇല്ലാത്ത ഭാഗത്തൊക്കെ നിർത്തുമ്പോൾ, ഒരു വണ്ടിയുടെ ബാക്കിലൊക്കെ നിർത്തുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഇടണം. ഓക്കെ, 4 ഇൻഡിക്കേറ്റർ എന്ന് പറയും ചിലവർ, ഹസാർഡാണ് അതിൻ്റെ ഈ 4 ഇൻഡിക്കേറ്റർ ഓൺ ആവില്ല. അത് സെൻറ്റർ മിറർ നോക്കി ബ്രേക്ക് മെല്ലെ ചെയ്തിട്ട് ബാക്കിലത്തെ വീല് ബാക്ക് ടയർ ഇറങ്ങി കഴിഞ്ഞിട്ട് എക്സിറ്റ് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ. ഓക്കെ, രണ്ട് സൈഡും വാച്ച് ചെയ്തോളൂ. ഇത് 2 വേ ആണ്. ഓക്കെ, സെൻറ്റർ മിറർ അധികം വാച്ച് ചെയ്യുക. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ സെൻറ്റർ മിറർ ഒന്ന് കറക്റ്റ് നോക്കണം. ഓക്കെ, ബാക്കത്തെ വണ്ടിക്ക് നമ്മൾ ബാക്കാൾ നോക്കണ്ട, ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർ നമ്മൾ 2 വേ ആയതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഫ്രണ്ട് നോക്കിയാൽ മതി. പക്ഷെ ബാക്ക് മിറർ സെൻറ്റർ മിറർ എന്തായാലും നോക്കണം. ഈ പാർക്കിങ്ങിൽ കയറുമ്പോഴേ മുന്നേ തന്നെ നമ്മൾ കറക്റ്റ് ഐഡിയ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇത് സ്ട്രൈറ്റ് പാർക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, സ്ട്രൈറ്റ് ആയ വണ്ടി ലൈനിൽ കറക്റ്റ് ആവും. ഇപ്പോൾ ഇവിടുന്ന് നമ്മളവർ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഫുള്ള് റൈറ്റ് കട്ട് ചെയ്ത് വണ്ടി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പോകാം. ഓക്കെ, റൈറ്റാന്ന് പറയുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഫുള്ള് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വണ്ടി ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റിലേക്ക് പോകാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ വന്ന് ആ റൂട്ടിൽ തന്നെ പോകില്ല. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഫുള്ള് കട്ട് ചെയ്തിട്ട് നമ്മൾ അതേ ട്രാക്കിൽ തന്നെ സ്ട്രൈറ്റ് പോകാം. ഉണ്ടല്ലേ, അതേസമയത്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പാർക്കിംഗ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുന്നില്ല. ഇൻഡിക്കേറ്റർ കൊടുക്കണം, എന്നാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അറിയില്ല നമ്മൾ പുറത്തിറങ്ങണമെന്നുള്ളത്. പിന്നെ അനുസരിച്ച് സെൻറ്റർ മിറർ നോക്കുക, സ്പീഡ് ചെറുതായിട്ട് കൂട്ടുക. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ലൈൻ ചേഞ്ച് വരുന്നില്ല. ലൈൻ ചേഞ്ച് 2 ട്രാക്ക് ആണെങ്കിൽ ആദ്യം സെൻറ്റർ മിറർ നോക്കുക, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് മിറർ, അത് പിന്നെ ഇൻഡിക്കേറ്റർ, അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ചെക്ക് ചെയ്ത് പോകുക. ഉണ്ടല്ലോ, അപ്പോൾ ആ ലൈനിൻ്റെ ഒപ്പം ഒരു ലൈനിൽ കട്ട് ചെയ്ത് ഇങ്ങനെ കയറിപ്പോയാൽ മതി. യെല്ലോ ലൈൻ ഉണ്ടല്ലോ, യെല്ലോ ലൈൻ വരുന്ന സ്ഥലം അധികം 2 വേ ആയിരിക്കും. അപ്പോൾ റോഡുകൾ ശ്രദ്ധിക്കുക, സ്പീഡ് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഈ ഏരിയ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർക്ക് ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഏരിയ എങ്ങനെ ടെസ്റ്റ് പോകുന്നുള്ള. ആ സ്ഥലം ഒന്ന് ജസ്റ്റ് നോക്കുക, ഇത് പഠിക്കുന്ന വേണം. ക്ലാസ്സസ് അധികം എടുത്തു കഴിഞ്ഞാൽ ലേഡീസ് എന്തായാലും പെട്ടെന്ന് പാസ്സാവും. ഓക്കെ, ക്ലാസ് കുറച്ച് ഈ വീഡിയോസ് കണ്ടുവച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് മാനുവലായിട്ട് പഠിക്കുന്ന വേണം. അത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ ക്ലാസ് അധികം പഠിക്കുക. മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആവുന്നവരെ പഠിക്കുന്ന വേണം. അപ്പോൾ അത് പ്രത്യേകം ചെയ്യുന്ന വേണം. എയറോമാർക്ക് ശ്രദ്ധിക്കുക, അത് നമുക്ക് നിൽക്കാതെ പോകാം. ഓക്കെ, ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയറോമാർക്ക് ഫുള്ള് ശ്രദ്ധിക്കുക. ഇതും ആൾക്കാർ നടക്കുന്ന സ്ഥലമാണ്, സ്പീഡ് ബ്രേക്കും ഉണ്ട്. ഓക്കെ, ലൈനൊന്നും ടച്ച് ചെയ്യാതെ സെൻറ്ററായിട്ട് മാക്സിമം സെൻറ്റർ പിടിച്ചു പോകുക. ഓക്കെ, സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് മെല്ലെ എക്സിറ്റ് കൊടുക്കുക. ഓക്കെ, ശരിക്കും ഈ എയറോ മാർക്ക് ഉണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും എയറോ മാർക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ മാക്സിമം 40 റോഡ് തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റൊക്കെ പാർക്കിങ്ങിൽ വണ്ടി റിവേഴ്സ് ലൈറ്റ് കത്തണം, ശ്രദ്ധിക്കുക. ഓക്കെ,
സൈൻ ബോർഡിൽ ഫുള്ള് ശ്രദ്ധിക്കുക, സൈൻ ബോർഡിലൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ലോ ബീം ഹൈ ബീം 2 ലൈറ്റ് ഉണ്ട്. ഓക്കെ, പാസിങ്ങിന് അടിക്കുന്ന ലൈറ്റ് അറിയില്ല, മുഖത്ത് കടി. ലെഫ്റ്റ് ഫുള്ള് തിരിഞ്ഞ് നോക്കിയിട്ട് സ്റ്റോപ്പ് ബോർഡ് ഉണ്ടായിരുന്നു, ചെറിയ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി. പാർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ലൈന് മുന്നേ തന്നെ നോക്കി വെക്കുക, അതിലെ കയറുന്നുള്ളത് ആണല്ലേ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെഡസ്ട്രിയനാണ്, 2 ലെഫ്റ്റും റൈറ്റും ഹെഡ് ഷേക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മൾ മെല്ലെ ലെഫ്റ്റ് റൈറ്റ് നീക്കിയിട്ട് പാർക്ക് ചെയ്തു. ഒരു പാർക്കിങ്ങിൽ കയറി ആ പാർക്കിംഗ് നിർത്താൻ ശ്രമിക്കരുത്, അതിന് മുന്നത്തെ പാർക്കിൽ നിർത്തുക. ഓക്കെ, 1, 2, 3 പാർക്കിംഗ് പോകരുത്. ജസ്റ്റ് ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാണിച്ചു കൊടുക്കണം, ഓരോ ലൈന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ലൈനിൻ്റെ ഉള്ളിലായിട്ട് നിർത്തണം. ഓക്കെ, അപ്പോൾ ഈ ബ്രിഡ്ജിൽ കയറുമ്പോൾ നിൽക്കില്ല, നിങ്ങൾ ആ ലൈന് ടച്ച് ചെയ്ത പോലെ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പുറത്തെടുക്കുമ്പോൾ നല്ലോണം സോൾഡ് തിരിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ. ഇവിടുന്ന് റൈറ്റിൽ നിന്ന് വണ്ടി വരുന്ന ഭാഗമാണ്, നല്ലോണം ശ്രദ്ധിക്കണം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. ഓക്കെ, നമ്മൾ സെൻറ്റർ മിറർ ചെക്ക് ചെയ്ത് മുന്നിൽ 2 സൈഡും പാർക്കിംഗ് ആണ്, അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പാർക്കിങ്ങിൽ റിവേഴ്സ് ലൈറ്റ് ഓൺ ആണെങ്കിൽ അത് അവർക്ക് അജാറായിട്ട് നിർത്തി കൊടുക്കാം, എന്നിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. എന്നാൽ റിവേഴ്സ് വരുന്ന വണ്ടിക്ക് നമ്മൾ നിർത്താതെ അവർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത് തന്നെ ഉള്ളൂ. ഈ ജസ്റ്റ് ഈ ഏരിയകളൊന്ന് ശ്രദ്ധിക്കുക, എവിടേക്കാണ് പോകുന്നത് പറയാൻ പറ്റില്ല. എക്സാമിനറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വണ്ടി ഈ ലൊക്കേഷനിലൂടെ കറങ്ങുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പാർക്കിംഗ് ഏരിയ. അപ്പോൾ നല്ലോണം സൈൻ ബോർഡ് ശ്രദ്ധിക്കുക, ലെഫ്റ്റും റൈറ്റും ചെക്ക് ചെയ്യുക. ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം, അവർക്ക് ആദ്യം പ്രയോറിറ്റി ഉള്ളത്. ഓക്കെ, ഇതൊക്കെ ഫുള്ള് പാർക്കിങ്ങിൽ ഏരിയ ആയതുകൊണ്ട് സ്പീഡിൽ പോകരുത്. പരമാവധി വണ്ടികൾ ശ്രദ്ധിക്കുക. അവർ റിവേഴ്സ് ഉണ്ടെങ്കിൽ അവർ ലൈറ്റ് കാണും, എന്തായാലും ഒരു വൈറ്റ് ലൈറ്റ് കത്തും. ഓക്കെ, അപ്പോൾ പാർക്കിങ്ങിൽ റൈറ്റ് സൈഡിലുള്ളത് സൈഡ് പാർക്കിങ്ങും പാരലൽ പാർക്കിങ്ങും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലുള്ളത് ആംഗിൾ പാർക്കിങ്ങും ഉണ്ട്. ഓക്കെ, നമുക്കാണ് സ്റ്റോപ്പ് ബോർഡ്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഫുള്ള് ഷോൾഡർ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടല്ലോ, തിരിഞ്ഞ് നോക്കിയിട്ട് പിന്നെ നമുക്ക് എക്സിറ്റ് കൊടുത്ത് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കി ലൈനുകൾ നോക്കി ഉണ്ടല്ലേ. റൈറ്റ് സൈഡിലൊക്കെ മറ്റേ ലേഡീസ് പാർക്കിംഗ് ഉണ്ട്, ഹാൻഡിക്യാപ്ഡ് പാർക്കിങ്ങുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വേണം. ഇപ്പോൾ റൈറ്റ് പാർക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലെ ഒരു ലൈന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റഡി ആക്കിയാൽ മതി. ഓക്കെ, ഇവിടുന്ന് നമ്മൾ വന്ന റൂട്ടിൽ തന്നെ പോകുകയാണെങ്കിൽ ഇത് ലെഫ്റ്റാണ് വരിക അല്ലേ. അപ്പോൾ ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫുള്ള് വണ്ടിനെ കട്ട് ചെയ്ത് ബാക്ക് ഇറക്കിയിട്ട് റിവേഴ്സിൽ കയറിയിട്ടിട്ട് പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാലേ ബാക്കിൽ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി പോകുന്നത് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫുള്ള് കട്ട് ചെയ്ത് പുറത്തിറങ്ങി. റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടെങ്കിൽ 3/4 വണ്ടി പുറത്ത് പോയ പാട് നമ്മൾ കട്ട് ചെയ്യാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു തിരിച്ച് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് പോകുക. അപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടിക്ക് നമ്മൾ എടുത്ത് പോകുന്ന പറയുമ്പോൾ അവരിന്ന് സ്ലോ ആക്കി വരും, അതിനാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റഡി ആയി സെൻറ്റർ മിറർ നോക്കിയിട്ട് എക്സൈറ്റ് മെല്ലെ കൂട്ടുക. പാർക്കിംഗ് ഏരിയ അതുകൊണ്ട് 40 ഫോളോ ചെയ്യേണ്ട, ഒരു 20, 15 to 20 മെല്ലെ ഫോളോ ചെയ്ത് പോകുക. റൈറ്റ് സൈഡിലും എക്സാമിനർ മറ്റു പറഞ്ഞാലും പാർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത പാർക്കിങ്ങുകളെ ഇമേജസ് ഉണ്ടെങ്കിൽ ഒരാൾ നിൽക്കുന്നതും ജസ്റ്റ് ഒരു ഹാൻഡിക്യാപ്ഡ് പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ആംഗിൾ പാർക്കിംഗ് ലെഫ്റ്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഈ പാർക്കിങ്ങിൽ കയറിയാൽ അടുത്ത പാർക്കിംഗ് നിർത്തി കൊടുക്കുക, ആ ലൈനിൽ ടച്ച് ചെയ്യാവുന്ന രീതിയിൽ മെല്ലെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഇട്ടു, പിന്നെ സീറ്റ് ബെൽറ്റ് റിമൂവ് ആക്കിയിട്ട് അടുത്ത ആളെ അവരിറക്കി പിന്നെ അടുത്ത ആളെ കയറ്റും. നമ്മളൊരു എക്സാമിനർ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 4 ആളെ കയറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഒരാളെ ഓരോ സ്ഥലത്ത് ഇറക്കി വിടുമ്പോൾ അവർ തിരിച്ച് അവിടെ തന്നെ കയറും. ലേഡീസ് ആകുമ്പോൾ തിരിച്ച് കയറും, ജെൻസ് ആകുമ്പോൾ അവിടെ ഇറക്കി വിടും. അവർ ഇവിടെ ബസ് സ്റ്റേഷനിലാണ് അവർ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ഷോൾഡർ ഫുള്ള് ചെക്ക് ചെയ്ത് റൈറ്റ് കട്ട് ചെയ്തിട്ട് വണ്ടി ഇല്ലെങ്കിൽ ഫുള്ള് കട്ട് ചെയ്യണമെന്നില്ല, ഒരു റൗണ്ട് കട്ട് ചെയ്താലും പുറത്തിറങ്ങി പിന്നെ നമ്മൾ അപ്പോൾ തന്നെ സ്റ്റഡി ആക്കി പോകാം. നമുക്ക് സ്റ്റോപ്പ് ബോർഡ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കി സെൻറ്റർ മിറർ ചെക്ക് ചെയ്യണം, മുന്നേ തന്നെ ബ്രേക്ക് ചെയ്യണം. മുന്നേ എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യണോ ആദ്യം സെൻറ്റർ മിറർ ചെക്ക്. ഈ യെല്ലോ ലൈൻ ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ആകരുത്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ റൈറ്റ് പാർക്ക് ചെയ്തു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലെ ഉള്ളിൽ കയറുക. ഓക്കെ, ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടു, പാർക്ക് ചെയ്തു. അപ്പോൾ അടുത്ത ആൾ ടെസ്റ്റ് ചിലപ്പോൾ കഴിയും. അവർ വണ്ടി ഓടിക്കുന്നതനുസരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വിടുള്ളൂ. ചിലപ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 3 മിനിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 5 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, റിവേഴ്സ് ഇട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫുള്ള് കട്ട് ചെയ്ത് പുറത്തിറങ്ങി. ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഡീലിടുക, മെല്ലെ മൂവ് ആക്കിയാൽ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയാൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് കട്ടാവും. എന്താ സ്റ്റഡി ആയി ഇൻഡിക്കേറ്റർ കട്ടായി. സെൻറ്റർ മിറർ നോക്കുക, മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടി സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് ഇനി എക്സെൽ എടുത്ത് പോവാം. പെട്രോമിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്.
ലെഫ്റ്റ് സൈഡിൽ പാരലൽ പാർക്കിങ്, റൈറ്റിൽ വന്നിട്ട് ആംഗിൾ പാർക്കിങ്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റോപ്പ് ബോർഡ് സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക, ബ്രേക്ക് മെല്ലെ ചെയ്തിട്ട് ലെഫ്റ്റ് ഫുള്ള് തിരിഞ്ഞ് നോക്കുക. അവിടുന്ന് വരുന്ന ഭാഗത്തിൽ വണ്ടിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ലെഫ്റ്റും റൈറ്റും ഒന്ന് ഇട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് മെല്ലെ ആക്സിലറേറ്റർ കൂട്ടുക. ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ സെൻറ്റർ മിറർ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ബാക്ക് വീൽ ഇറങ്ങി കഴിഞ്ഞ പാട് പിന്നെ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റോടെ നടക്കുന്ന ടെസ്റ്റിൻ്റെ ഏരിയ ആണ് ഇതൊക്കെ. ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, സെൻറ്റർ മിറർ ചെക്ക് ചെയ്ത് ലൈൻ്റെ സെൻറ്ററായിട്ട് തന്നെ പോകണം. ഓക്കെ, സ്പീഡ് ബ്രേക്ക് വരുന്നതിൻ്റെ പിക്ചർ സൈൻ ബോർഡാണ് കാണിക്കുന്നത്. മെല്ലെ സ്ലോ ചെയ്തിട്ട് സെൻറ്റർ മിറർ നോക്കി ബ്രേക്ക് മെല്ലെ പ്രസ് ചെയ്തിട്ട് മെല്ലെ ബാക്ക് ഇറങ്ങിയ വഴി ആക്സിലറേറ്റർ കൊടുക്കുക. മെല്ലെ ലെഫ്റ്റ് പോകാനുള്ള ട്രാക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ ഇമേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഹസാർഡ് ഇട്ട് നിർത്തുക, അവർ പാർക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ചെറുതായിട്ട് സ്പീഡ് കൂട്ടുക, ഒരുപാട് സ്പീഡ് കൂട്ടരുത്. സെൻറ്റർ മിറർ നോക്കി മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. ഇതാണ് ഈ വരുന്ന ഈ പാർക്കിംഗ് കഴിഞ്ഞാൽ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റായി. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആംഗിൾ പാർക്കിംഗ് കിട്ടുക. അവിടെ സൈഡ് പാർക്കിംഗ് ഉള്ളിലില്ല, ആംഗിൾ കിട്ടുള്ളൂ. ഓക്കെ, സെൻറ്റർ മിറർ നോക്കി മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് അതേ റൈറ്റ് സൈഡിൽ പോകുന്ന ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എൻഡും ഇവിടെ തന്നെയാണ്. 4 ആളെ കൊണ്ടുപോകുമ്പോൾ തിരിച്ച് എൻഡ് ഇവിടെ തന്നെ വരിക. ഇവിടുന്ന് നേരെ പോകുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ നോ എൻഡുടെ ബോർഡ് വരുന്നുണ്ട് 2 എണ്ണം. പിന്നെ ഇവിടെ ലെഫ്റ്റ് മാത്രമേ പോകാൻ പറ്റുള്ളൂ, പിന്നെ സ്ട്രൈറ്റ് ഇല്ല. അപ്പോൾ നമ്മളെ ഉള്ളിലത്തെ ട്രാക്ക് ഫുള്ള് കാണുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് മെല്ലെ ആക്സിലറേറ്റർ കൊടുക്കുക. പരമാവധി ലൈനിൻ്റെ സെൻറ്ററിന് ഓടിക്കണം. വണ്ടി ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് വരരുത്, അപ്പോൾ ലാക്ക് ഓഫ് കൺട്രോളിൻ്റെ മിസ്റ്റേക്ക് വരും. ഓക്കെ, അതിൽ പിന്നെ റൈറ്റ് തിരിയുമ്പോൾ റൈറ്റ് ഉള്ളിൽ കയറി പിന്നെ ലെഫ്റ്റിലേക്ക് വരരുത് വണ്ടി. അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഹസാർഡ് ഇടുക, സ്ലോ ചെയ്ത് കൊടുക്കാം. ഒരു റോഡ് ക്രോസ് ചെയ്യണം, ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും സ്ട്രൈറ്റും പോകാം. സ്റ്റോപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് നിർത്തിയിട്ട് ലെഫ്റ്റ് ചെക്ക് ചെയ്യുക, റൈറ്റും ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകാം. തിരിച്ച് അതേപോലെ സെൻറ്റർ മിറർ നോക്കിയിട്ട് വണ്ടി മെല്ലെ ആക്സിലറേറ്റർ കൊടുക്കുക. മെയിനായിട്ട് സെൻറ്റർ മിറർ നല്ലോണം ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാം. ഓക്കെ, ഈ ഏരിയ 2 ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യേണ്ട സെൻറ്റർ മിറർ. പിന്നെ ലൈൻ ചേഞ്ചിങ് ഉള്ള ഭാഗത്ത് സെൻറ്റർ മിറർ ലെഫ്റ്റും ബ്ലൈൻഡ് സ്പോട്ടും ചെക്ക് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് സെൻറ്റർ മിറർ നോക്കിയിട്ട് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുള്ളൂ. അതിൻ്റെ ഇവിടെ അധികം ഇല്ല. എന്നാലും മെയിൻ റോഡൊക്കെ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വരും. സ്റ്റോപ്പ് ചെയ്ത് ലെഫ്റ്റ് ഫുള്ള് തിരിഞ്ഞ് നോക്കി വണ്ടിയിൽ നമുക്ക് പോകാം. ആംഗിൾ പാർക്കിംഗ് ഉണ്ട്, റൈറ്റ് സൈഡിൽ പാരലൽ പാർക്കിംഗ്. അപ്പോൾ അവർ ഏത് സൈഡിലാണോ ലെഫ്റ്റ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിലും പാർക്ക് ചെയ്യാം, ലെഫ്റ്റിലും പാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ റൈറ്റിലാണ് പാർക്ക് ചെയ്യാൻ പോണത്. നോക്കി ഒരു കമാൻഡ് മുന്നേ പുറകെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളൊരു ഐഡിയക്ക് കറക്റ്റായിട്ട് ആലോചിച്ച് വണ്ടി ഓടിക്കണം. ഇപ്പം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, നല്ല ഉള്ളിൽ വന്നു, ജസ്റ്റ് സെൻറ്റർ മിറർ നോക്കി. ഓക്കെ, മുന്നത്തെ വണ്ടിയുടെ ആ ലൈനിൽ തട്ടാത്ത രീതിയിൽ ബസ് പാർക്ക് ചെയ്തു. ഹാൻഡ് ബ്രേക്ക് ഇട്ടു, പാർക്കിങ്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീറ്റ് ബെൽറ്റ് ഊരാവും. ഓക്കെ, അപ്പോൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക, റൈറ്റും ലെഫ്റ്റ് മിററും ചെക്ക് ചെയ്തിട്ട് വേണം ബെൽറ്റ് ഇടാൻ. കയറി ഇരുന്ന പാട് എന്ത് ചെയ്യരുത്, മറ്റേ സീറ്റ് ബെൽറ്റ് എടുത്തിടരുത്. ഓക്കെ, അപ്പോൾ ആദ്യം സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി എടുത്ത് പോകാം. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കുമ്പോൾ ലെഫ്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ള പോകുള്ളൂ. മസ്റ്റായിട്ട് സീറ്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക, സ്റ്റിയറിങ്ങിൽ ഒരു കൈ വെച്ചിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ ഏരിയ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അധികം ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് പുതിയ റോഡ് വരുന്ന ആൾക്കാർക്ക്, പഠിക്കുന്ന ആൾക്കാർക്ക് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ് അധികം ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സാണെങ്കിൽ ഈ റൂട്ട് പഠിക്കുന്ന ഒരുപാട് ക്ലാസ് എടുക്കേണ്ട വേണം. മീൻസ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള ക്ലാസ് എടുത്താലാണ് നമുക്ക് ഈ റോഡ് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ വാട്സപ്പ് നമ്പർ ഉണ്ട്. എന്തെങ്കിലും ഡ്രൈവിംഗ് പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.